നോക്കട്രാ സിഗരറ്റ് വേണോ? അടച്ചുള്ള ഞാൻ കരുതിയത് ഫോറിനാണെന്നാ. കുന്നോളം ഡ്യൂപ്ലിക്കേറ്റ് അല്ലത്. നിന്റെ കുന്നോളത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്തൊരു തേങ്ങടാ ഉള്ള. കുന്നംകുളത്തേര് വേണമെങ്കിൽ നിന്റെ വരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി നിന്റെ പെണ്ണുമ്പിളെ കഴിച്ചു കൊടുക്കും. കാണാനൊക്കെ അവസാനം നിന്റെ പെണ്ണുമ്പിള പറയും എനിക്ക് ചേട്ടനെ വേണ്ട, ഡ്യൂപ്ലിക്കേറ്റ് മതിയെന്ന്. അത്രയ്ക്ക് ഒറിജിനൽ ആയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. എന്നോട് കളിക്കല്ലേ മോനെ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യടാ, ഈ ചുള്ളന അത്യാവശ്യമായിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണ് ഉണ്ടാക്കി കൊടുക്കടാ. ഇല്ലെങ്കിൽ ഈ ചുള്ളൻ നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവടാ. പോടാ അവിടുന്ന്. ഞാനും ഇവനും കൂടി ഇന്നലെ കുന്നംകുളത്തുനിന്ന് പൊന്നാനി വരെ ഒന്ന് പോയി ഇഷ്ടാ. ബസ്സിലാണെങ്കിൽ ഉണ്ടല്ലോ മൂട്ടിഞ്ഞ തിരക്ക്. കഷ്ടകാലത്തിന് ഞങ്ങൾ രണ്ടും കൂടി മുന്നിൽ അങ്ങോട്ട് പെട്ടുപോയി. അവിടെയോ കംപ്ലീറ്റ് പീസുകൾ. മോനെ ഞാൻ അവിടെ നോക്കുമ്പോ എന്താ സംഭവം, ഇവന് ഒരു തൈക്കളവിനെ മൂട്ടിഞ്ഞ ജാക്ക്. ആ തള്ള നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടണോ ഒന്ന് കാണാറുണ്ടോ മോനെ. അവസാനം സഹിയെട്ട് ആ തള്ളവനോട് എന്താ പറഞ്ഞെന്നറിയാ, മോനെ ഞാൻ ഒരു തള്ളയല്ലേ. അപ്പൊ ഈ ശവം എന്ത് പറഞ്ഞോ, വെല്ലുമേ ഞാനും തള്ളയല്ലേ. ആ വന്നോ. അല്ല വിരുമാണ്ടി വക്കീല് വാദിക്കാനൊക്കെ പഠിച്ചാ? അല്ല ജാമ്യം കിട്ടിയാണ് ചോദിച്ചതാണ്. അല്ല മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ജയിലിൽ ഉണ്ടായിട്ടൊക്കെ? ഹേ ദുർഗ, വന്നേ. എന്തോ കോളുണ്ട് ചെല്ല്. എന്താ ദുർഗ ഇങ്ങനെ ഉണ്ടോ നിന്റെ വണ്ടി പിടുത്തും പലിശ പിരിക്കലൊക്കെ? വലിയ മെച്ചമൊന്നുമില്ല വക്കീലെ. വണ്ടി പിടിച്ച എന്ത് കിട്ടാനാ, പിന്നെ വല്ലവനും വേണ്ടി പലിശ പിരിക്കല് കണക്കാ. നമ്മളൊരു പണിയേൽപ്പിച്ച എനക്കത് ചെയ്യാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വക്കീലെ മുമ്പും പണിയേൽപ്പിച്ചിട്ടില്ലേ? അതുപോലെയല്ലടോ, ഒരല്പം റിസ്കാ. വക്കീല് പണി ആദ്യം പറയാം. താൻ വർഷാപ്പ് തന്നെ കാണില്ലേ, വിളിപ്പിക്കാന്നേ. ഇങ്ങോട്ട് ഇറങ്ങടാ, നടക്കടാ അങ്ങോട്ട്. സാറേ ചായ. കറക്റ്റ് ടൈമിംഗ് ആണല്ലോടാ. മൂത്ത് വെച്ചു, ചായ വന്നു. ഇതാണ്ടാ ഫുള്ള്. ചായ പോടാ, തെറ്റിക്കല്ലേ. ഉന്നം തെറ്റില്ല. കരച്ചിൽ അല്പം കൂടുതലാണല്ലോ. ഹലോ പോലീസ് സ്റ്റേഷൻ. സാറേ സാറിനാ. പിന്നരുത് കേട്ടാ. ഹലോ, താനായിരുന്നാ? എന്തിട്ടോ വിശേഷം? അറിയോ? അറിയൂടോ. അത് ഞാൻ പൊക്കിക്കോളാം. കുനി ചേർത്തവന് വന്നോ? എങ്ങനെയുണ്ടായിരുന്ന കാര്യങ്ങള്? ശശിയെ, ആ മീൻകാരൻ മണി വന്ന ചെവിക്ക് സൗകര്യം തരില്ലേ? ആ M8 ഒന്ന് ശരിയായി കൊടുക്കണം. ഞാൻ ഇന്നലെ ആഴ്ച ഏകദേശം റെഡിയാക്കിയതാണല്ലോ. നീ ഇതുവരെ അത് റെഡിയാക്കി കൊടുത്തില്ല. എന്റെ അമ്മേ, ഇതിപ്പോ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എഞ്ചിനീയർ വന്നിരിക്കുന്നു. ആദ്യം പഞ്ച് പിടിക്കാൻ പഠിക്കും. ഇഷ്ടാ? അല്ല, കാലത്ത് എല്ലാരും കൂടെ എങ്ങോട്ടാ പോയേ? വർക്ക്ഷോപ്പ് അടിച്ചിട്ടിട്ട് ഊർത്തിന് നടക്കാ. 2 വണ്ടിയിലാ പഞ്ചർ ഒട്ടിക്കാൻ വന്നേ. അതെ, വണ്ടി ശരിയാക്കാൻ ചോദിച്ചിട്ട് ആ റേഷൻ കിടക്കാൻ വന്നിരുന്നു. അച്ഛപ്പാ, മെഞ്ഞാന്ന് കിടക്കാൻ പറഞ്ഞ വണ്ടി കൊടുത്തോ? ഇല്ലല്ലോ. വിശ്രമിച്ചതൊക്കെ മതി, നോക്കി നിൽക്കാതെ പോയി പണിയൊക്കെ ചേട്ടാ. വന്ന് കേറിയല്ലോ, ഒന്ന് ഇരിക്കട്ടെ. ഉമേ, എനിക്ക് കുടിക്കാനൊരു വെള്ളം. അമ്മേ, എനിക്ക് കുടിക്കാൻ വെള്ളം. എപ്പോഴെപ്പോ വെള്ളം ചോദിക്കാൻ ഉമേശിന്റെ ഭാര്യമല്ലോ. അതിനാ നിന്നോടല്ലോ ഉമയോടല്ലേ ചോദിച്ചേ. ദുർഗേട്ടൻ 2 ദിവസം എവിടെയായിരുന്നു? അടികൂടും പോയതല്ലേ? വെച്ചോ. ടെക്സ്റ്റ് ബുക്കും വാങ്ങി, നല്ല 2 പേനയും വാങ്ങിച്ചു.
പിന്നെ ദേ ഇതും വാങ്ങിച്ചു. നോക്കണ്ട, 5 രൂപയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാം. പിന്നെ സ്വർണ്ണമാലല്ലേ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ. അതിനിപ്പോ തിരിച്ചു കൊടുക്കാൻ പോന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ബാക്കി മോള് വെച്ചു, ഇതുപോലെ വേറെ എന്തെങ്കിലും വാങ്ങാം കേട്ടോ. അത് ലക്ഷ്മിക്കുട്ടി തന്നെ വെച്ചോളൂ. ലക്ഷ്മി കുട്ടീന്നാ ലക്ഷ്മി വിളിച്ച കേട്ടോ. അത് ശരി, ഇപ്പൊ അങ്ങനെയാ? ദുർഗേട്ടാ ഇന്ന് സ്കൂളിലേക്ക് ആക്കി തരുമോ? ബൈക്കില്ലേ ഒന്ന് ആക്കി ദുർഗേട്ടാ. വേണമെങ്കിൽ ഞാനാക്കി തരാട്ടോ. വേണ്ടോ? പിന്നെ വണ്ടി കെട്ടി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം ഇവിടെ ഐശ്വര്യറായോ? ഭയങ്കര ദാഹം. ദുർഗ നിക്ക് മോളെ. എന്താ സാർ? എടാ വണ്ടിയിലോട്ട് കയറി ഒരാളെ കാണാനാ സെറ്റപ്പാ. മോളെ തന്നെ അലക്സ് ഉണ്ടാക്കും ചെല്ലേ. ഓൻ വന്നിരിക്കണേ. ദുർഗ വാടാ. അലമ്പാവാ, ഇങ്ങോട്ട് വാടോ. ഓനെന്തേ താഴെണ്ട്, വിളിക്കട്ടാ. കാതരേ. ഓ മമാലിക്ക മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇരിക്കേ. വക്കീലേ, ഞാൻ പറഞ്ഞില്ലേ ദുർഗ, ഒരു വലിയ കൊട്ടേഷന്റെ കാര്യം. അതിനാ ജിനപ്പൻ സാറ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഈ വീട്ടിലെ ഇളയാള് കുറച്ചു ദിവസം മുമ്പ് മമ്മാലി ഒരു കൊട്ടേഷൻ തന്നാ എനിക്ക് ചെയ്യാൻ പറ്റോ? ചോദിക്കണ ചില്ലറ എന്നാ ഏത് പണിയും നടത്തും. ചാവക്കാട് മാർക്കറ്റിലെ വെട്ടുരാജൻ, അന്ധകാര കോളനി താമസം. എനിക്കൊണ്ട മയ്യത്ത് കാണണം. പണം എത്രന്ന് വെച്ചാ പറഞ്ഞാ മതി, തരും. പറഞ്ഞ പണി സമയത്ത് നടന്നിരിക്കണം. ഇനി ചാവക്കാട് വല്ലതും കാണണമെങ്കിൽ നമ്മുടെ പിള്ളേരാരും കൂടെ കൂട്ടിക്കോ. വേണ്ട, ഇവിടെ നിന്ന് ആരും വേണമെന്നില്ല. പിള്ളേരെ എനിക്ക് എൻ്റെ സെറ്റപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ എല്ലാം കൂടെ ഒരു 5 രൂപ വരും. സമയത്ത് തീർത്താൽ അതിൽ കൂടുതൽ തരും. ഇക്ക 5 ലക്ഷം. ഇക്ക എന്തുകൊണ്ടാണ് ഇത്ര ചെമ്പി വിഷയ? ഞാൻ അപ്പോഴാ പറഞ്ഞില്ല അവന് വിളിക്കണ്ടെന്ന്. വെറുതെ ആവശ്യമില്ലാത്ത ഏടാകൂടത്ത് തലയിൽ വെക്കാൻ. ആ വക്കീലിനോട് പറ, അവനോട് ചെയ്യണ്ടെന്ന് പറയാൻ. അതിന് ഞാനില്ല ഇവിടെ. കച്ചവടം ഉറപ്പിച്ചതാ. അങ്ങനെയാണ് ആണുങ്ങൾ. ഓൺ ആണാണ് തോന്നി കൊടുത്തു, അത്ര തന്നെ. ഒന്നുമില്ലടാ, മമ്മാലിക്കെ കൊണ്ട് തീർക്കാവുന്ന കേസ് ദുർഗ ഏൽപ്പിക്കുമ്പോ
അതിലെന്തോ ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? നമുക്ക് കുറെ പണം കിട്ടുന്നു, നമ്മളത് ചെയ്യുന്നു, വേറെന്താ? അല്ല പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം മോനെ, കുറെ നാളായിട്ട് ഒരു പൾസർ എടുത്തിട്ട് ഒന്ന് ചെത്തി നടക്കാൻ. അല്ല ഈ 5 ലക്ഷം രൂപ കിട്ടിയോണ്ട് എന്തൊട്ട് കാട്ടാനാ? കൂടിപ്പോയ 3 ഫുള്ള്, 6 സോഡ, 1 പാക്കറ്റ് വിൽസ്, 2 ബീഫ് ഫ്രൈ. ഇതിൽ കൂടുതൽ എന്തൊട്ട് തേങ്ങടാ കിട്ടുക? 500 കിട്ടിയാലും 5 ലക്ഷം കിട്ടിയാലും 3 ഫുള്ള് 2 ബീഫ്. എടാ വേറൊന്നും അവനിതുവരെ വാങ്ങിയിട്ടില്ലല്ലോ ജീവിതത്തില്. കഴിഞ്ഞ തവണ കാശ് കിട്ടിയപ്പോഴും നീ ഈ ബൈക്കിന്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? മൂക്കറ്റം കള്ളും കുടിച്ച് പോലീസുകാരന്റെ ഇടിയും കൊണ്ട് വാളും വെച്ച് ചാടി. ഒന്ന് പോട്ടെ, ഇഷ്ടം അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അതെ, ഈ CC പിടുത്തവും വേലി പൊളിക്കലും കൂലിതൊല്ലും ഒക്കെ ആയിട്ട് മടുത്തു. ഇതെല്ലാം കൂടെ നിർത്തിയിട്ട് ഒരു കിടിലം കൊട്ടേഷൻ അതാവുമ്പോ ചെയ്തുണ്ടാവും. ദേ പൊളിക്കാന്നോ? നമുക്കിതെടുത്ത് പൊളിച്ച് ഒതുക്കി അടക്കി പറക്കി നിരത്തി പരത്തി വെക്കാമടാ. എന്താ